എന്റെ അന്തോണി, ഒന്നല്ലെങ്കിൽ നിന്റെ അപ്പം കുറെ കൊച്ചുങ്ങൾക്ക് ഹരിശ്രീ പഠിപ്പിച്ചോത്തു സ്കൂൾ മാഷല്ലേ? അല്ലേ? അല്ല അന്നാണ് ആ ഒരു മര്യാദയെങ്കിലും ഓർത്ത് നിനക്ക് കാര്യങ്ങളൊക്കെ കാര്യപ്രാപ്തിയോട് ചെയ്തുകൂടേ. വെറുതെ മനുഷ്യരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാണ്ട്. സോറി സാറേ, ഇന്ന് കാര്യപ്രാപ്തി ഇത്തിരി കൂടുതലായിപ്പോയി. അന്തോണി, ഇവിടെ ഒരു മിനിറ്റ്. ഇവിടെ അല്ല, ഇരിക്ക്. ഒന്നും അറിയണ്ടല്ലോ, ഒന്നും അറിയിക്കാണ്ട് തന്നെ വളർത്തിയതും അതിൻ്റെയാ. മാഷേ, ഇവൻ നന്നായി കാണണമെന്നല്ലാതെ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ എന്നായെങ്കിലും ആഗ്രഹം ഇവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സുപ്രഭാതത്തിൽ കയറി വന്നേച്ചും പറഞ്ഞു ആർട്ടിസ്റ്റ് ആവണം. എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയെങ്കിലും ഞാൻ അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു. എന്നിട്ടെന്നാ കുറേ താടിയും മുടിയും വളർത്തി ഇവിടുത്തെ ഭിത്തിയും ചോരുമൊക്കെ വൃത്തികേടാക്കി എന്നല്ലാതെ അവൻ നന്നായോ? ഫ്രാൻസിസ് ആന്നോടാ? ആന്നേ. നമസ്കാരം. ആയിക്കോട്ടെ. പേപ്പ ഇഞ്ചി വിറ്റു. പേപ്പൻ പറഞ്ഞ പോലെ ആ ജോൺസൺ ഒരു 2000 രൂപ കൊടുത്തിട്ടുണ്ട്. നന്നായി. പിന്നെ വണ്ടിക്കൂലി ഒരു 300 രൂപ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നീ തന്നെ അത് അങ്ങാത്തോട്ട് വെച്ചേ. കണക്കൂട്ടലൊക്കെ ശരിയാവണ്ടോ? നമ്മുടെ ആ ജോൺസന്റെ കൊച്ചിന് തീരെ മേലാണ്. അതുങ്ങൾ ഇപ്പോഴും ആശുപത്രിയില്ല. എന്തോ പനിയോ ചുമയോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുക. ആകെ പെട്ടിരിക്കാന്നേ. അവളും കൊച്ചും വിടാതെ പിടിച്ചേക്കുക. കാലത്തിനി അവരെയും കൊണ്ട് പാട്ടൂർവാനയ്ക്ക് പോകണം. അവള് ശാലറ്റ് പറഞ്ഞായിരുന്നു, നീ ചെല്ല്. ശരി മാഷെ, ഇറങ്ങാറായില്ലേ? എന്നാ ശരി, ആയിക്കോട്ടെ. ഈ ഫ്രാൻസിസും ശാലറ്റും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതി മാഷ് ഓർത്തു നോക്കി. മാഷ് വെറുതെ അതും ഇതും ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കാണ്ടിരിക്കുക. നേരം കുറേ ആയി. ഹായ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടേ, എന്നാലും പറയാ, മാഷിന് ഇപ്പം ആവശ്യം ഒരു കൂട്ടാ. മാഷിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കൂട്ട്. എന്നാ ഞാനങ്ങോട്ട്. അന്തോണി, അതെങ്ങനെയാ വെളിവില്ലാതെ പാതിരാത്രി വന്ന് കിടക്കണല്ലേ? ചക്ക എണീക്കാൻ. എന്തോ ശാലറ്റെ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത? ദേ ചെക്ക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പേര് വിളിക്കല്ലേന്ന്. നേരം വെളുത്താർന്നോ? നേരം വെളുത്തോന്ന്. ഞാൻ പാട്ടൂർബാനയ്ക്കും പോയി, കൊച്ചിനെ വേദപാഠത്തിനും വിട്ട് ഈ വീട്ടിലെ പണി മൊത്തം തീർത്തേച്ച് നിൽക്കണ നിപ്പ ഇത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുണി അവിടെ ഇവിടെയും വലിച്ചു വാരിയിടല്ലേന്ന്? ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ചാച്ചൻ പോയോ? പേപ്പനെ ഞാൻ പള്ളി വെച്ച് കണ്ടായിരുന്നല്ലോ. കർത്താവേ, അതെന്തായാലും ഭാഗ്യമായി. പോയി പല്ല് കേക്കട ചക്ക. പാല് പല്ല് വെച്ചിട്ട് കുടിക്കാൻ പാടില്ല. കർത്താവേ, നീ ഡേറ്റ് എന്നതാന്ന് കണ്ടോ? ഇന്ന് 1-ാം തീയതി. നീ അതെനിക്ക് അടുത്ത് തരത്തില്ല അല്ലേ? ഇങ്ങനെ ടെൻഷൻ ആക്കല്ല ശാലറ്റെ. നീ ഇത് കണ്ടോ? അത് ഞാൻ അറിയാതിരിക്കാൻ നീ വാങ്ങിച്ചെന്ന റോൾഡ് കൊണ്ടിട്ട് മൊത്തം ചൊറിഞ്ഞു കൂട്ടി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തോ ഇതാ വരുന്നു പേപ്പ. എൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടതിൻ്റെ ആദ്യ പടിയായിരുന്നു അത്. ഇത് പേപ്പർ വാങ്ങിയതാ? ആ, ഇത് റോണി, ഇത് റൂബി. ഇന്നു മുതൽ ഇവരാണ് എനിക്കൊരു കൂട്ട്. പോറ്റി വളർത്തിയാലേ നന്ദി കാണിക്കാൻ നായോളം വരില്ല ഒരു പുത്രനും. അല്ലോടാ മക്കളെ? എടി ശാലറ്റെ, പാലിരിപ്പില്ലോടി? അത് വയസ്സാങ്കാലത്തിന് പട്ടികളുടെ കടിയുള്ള കേട്ടാ. ഇനി മുതലേ പാൽ ഇവർക്ക് കൊടുത്താൽ മതി. ഇവരാകുമ്പം പാലും കുടിച്ചേച്ച് എൻ്റെ നേരെ കുരക്കുകയല്ല. കുറച്ചല്ലോ കൊടുത്ത കാശ് മുതലേ കള്ളന്മാരെ കാണുമ്പോൾ കുരയ്ക്കുന്നു.
ആ പട്ടിക്ക് വിശന്നിട്ടായിരിക്കും അല്ലെങ്കിൽ കുറയ്ക്കുന്നേ. അതിനൊന്നും കൊടുത്തില്ലേ? ദാ വരടാ, ചാടണ്ട കിടന്ന്. എന്നാ തിന്ന. ഇനി ഇതിന് അപ്പിയിടാൻ മുട്ടിട്ടാണോ ആവോ? നീയൊന്ന് നോക്കിയേ. ഇതൊന്നും കൊടുത്തില്ലേ? കൊടുത്തായിരുന്നു. ചേട്ടത്തി ഞാൻ അയച്ചു വിട്ടോ. ആ, ഇനി വല്ല ഏനക്കേടും പിടിച്ചിട്ടാണോ ആവോ? വാ ഇറങ്ങ. എന്നാ പറ്റിയടാ? ഇവനിതെന്നാ പറ്റി? കാലത്തെ തുടങ്ങിയാണല്ലോ. നാശങ്ങള് കൊല്ലം ഞാൻ രണ്ടെണ്ണത്തിനെയും. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഞാൻ തന്നെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരും രണ്ടെണ്ണത്തിന്. പന പട്ടികള്. നീ എന്നതാണ് എന്റെ ഷർട്ടിലിട്ട് കാണിക്കുന്നത്? പിതാവിന് പറക്കാത്തവന്. ക്ഷമിക്കണം പിതാവേ, അങ്ങയുടെ ശ്വാനസന്തതികളെ അടിയന്റെ പാദങ്ങളിലൊന്ന് മുള്ളി അതങ്ങയുടെ തിരുവസ്ത്രത്തിലോട്ടൊന്ന് തിരികെ പതിപ്പിച്ചതാ. ക്ഷമിക്കണം. ഷർട്ട് എടുക്കടാ. പിന്നെ എടാ എന്റെ ഷർട്ട് എടുക്കടാ. ഓ ഉവ്വ. എടാ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. പിന്നെ പേടിപ്പിച്ച അങ്ങ് എടുക്കുമെന്നാ വിചാരം. ഓ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്തോന്ന്? കഴുകടാ. എന്ത്? പിന്നെ എന്റെ പട്ടി കഴുകും. എന്റെ ഷർട്ട് കഴുകടാ. നല്ല വൃത്തിയായിട്ട് കഴുകടാ. ഓ വൃത്തിയായിട്ട് കഴുകിയത് എന്തോന്ന്? തേച്ചൊരിച്ച് കഴുകടാ. ഓ തേച്ചൊരിച്ച് തന്നെയാ കഴുകുന്നത്. നല്ല വേദന ഉണ്ടാവും അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓടി നടക്കല്ലേന്ന്. ദാ ഞാൻ നല്ല മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും കേട്ടോ. ഡാ നീയും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിനക്കും പറ്റും ഇതുപോലെ. 10 മണിയായിട്ട് 2 മണി കണ്ടില്ലല്ലോ പേപ്പ. അവൻ വരുമ്പോ വരട്ടെ. ഫ്രാൻസിസ് വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു, കാലത്തെത്തുമെന്ന്. ആന്നോ? എന്നാ പിന്നെ നീ പൊക്കോ, അവളവിടെ തനിച്ചല്ലേ ഉള്ളൂ. എന്നാ ഞാൻ ഇവരെ കൂട്ടിലടച്ചും പോവാ. ഇവളെ മാത്രം കൂട്ടിലാക്കിയാൽ മതി. വയ്യാത്തതല്ലേ, സ്വൈര്യമായിട്ട് കിടന്നോട്ടെ. ഇവനെ നീ ആ വരാന്തി കിട്ടിക്കോ. ചെല്ലടാ. പൊക്കോ. എന്നാടി ഒന്നിച്ച് കിടക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം വന്നാ നിനക്ക്? സാരമല്ല കേട്ടോ. നാളെ ഒരു 10 മണിക്ക് മുമ്പ് വരായിരുന്നെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാവും. നീ എൻ്റെ കാര്യം നോക്ക്. വീട്, കുടുംബം, നാട് എല്ലാം വിട്ടു. പോൾത്തിരങ്ങനെയായിട്ട് വിലച്ചിക്കൊണ്ടിരിക്കുമ്പോഴാ നാടകമല്ല ഞാൻ അവസാനിപ്പിച്ചത്. അതെന്നാ പോൾത്തിരങ്ങണി നാടകം നിർത്തി? ഉണ്ണണില്ലേ? അന്ന് അത് നിർത്തിയോണ്ടാ ഇന്ന് നീ ഉണ്ണന്നേ. ചെറുതാ ഞാനങ്ങ് ഇറങ്ങുവാ. നീ നിനക്കെന്താ ഇത്ര തിരക്ക്? ഒരുമിച്ച് പോടാ. അല്ലേ തന്നെ നീ ഇപ്പം അവിടെ ചെന്നില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പുള്ളിക്കാരന് വേറെ ഉണ്ടല്ലോ 2 മക്കള്. സുധർമ്മ പലവണ പറഞ്ഞിട്ടുണ്ട് കള്ളടിച്ച് മൂത്തിരിക്കുമ്പോ ഈ മാറ്റർ എടുത്തിട്ട്. എടാ ഞാൻ നീ പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു തമാശ പറഞ്ഞില്ലടാ. മകന് വരും പട്ടിയെ വളർത്തി എന്ന് പറയണോ തന്റെ തമാശ? ഇല്ലെവിടോ തമാശ? ഈ പന്നിനെ ഞാൻ എടാ നിനക്ക് വിഷമായോ? അത് പോട്ടെ, അപ്പൻ ചെയ്ത കാര്യം നീ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ.
പക്ഷെ ഒരു ദിവസം കർത്താവിൻ്റെ വിളി കേൾക്കും. നീ നോക്കിക്കോടാ. എന്നോടൊക്കെ പലവണ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ കുരയ്ക്കരുത്. വേണ്ട രണ്ട് കൈ തകച്ചും വേണ്ട. നിന്റെയൊക്കെ കഴുത്ത് നേരിച്ച് ഒന്നേ ഉള്ളോ? കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എൻ്റെ വിളി കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്തോത്രം. കാലിന് വയ്യാത്തതാ, എന്നാ പറ്റിയതാണോ എന്തോ. വിഷമിക്കണ്ട, അവളെവിടെ പോവാനാ? ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. എടി ചാലറ്റേ, നീ ഇന്നലെ രാത്രി ആ കൂട് പൂട്ടിയാർന്നോ? മാതാവാണ് സത്യം, ഞാൻ കൂട് പൂട്ടിയതാ പേപ്പ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ ഇന്നലെ രാത്രി വരുമ്പം റൂബി കൂട്ടിലുണ്ടായിരുന്നു? കണ്ടില്ല. എന്നതാ? ആ, അതിനെ കാണാനില്ല. ആ, ഇപ്പം മനസ്സിലായില്ലേ നായ്ക്കളൊക്കെ എപ്പോൾ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ഓടിപ്പോകുമെന്ന്. പക്ഷെ മക്കളായാലും ഇതേപോലെ ഇങ്ങനെ സ്ട്രോങ് ആയ എപ്പോഴും കൂടെ ഉണ്ടാവും. അതെ പേപ്പ, നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? അതിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കള്ളനെ എനിക്കറിയാം. ആ നശൂലത്തിനെങ്ങാൻ പോലീസ് പോക്കിയ അതിൻ്റെ നാണക്കേടേ എനിക്കാ. വാട മക്കളെ. പട്ടി സാറേ എന്നതാ? എടാ കുട്ടാ, എന്നതാ? എന്താ ഡോക്ടർ? കുഴപ്പമൊന്നുമില്ലെന്നേ, വേദന അല്പം വീണേൻ്റെ ആയിരിക്കും. കുറവില്ലെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയേക്കാം. അതുപോലെ ഡോക്ടറെ, ഇത് തന്നെ മതി. പോ. ഞാൻ വെള്ളം പട്ടിയും കൊണ്ട് രാത്രി പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ പേപ്പൻ കേൾക്കത്തില്ല. അന്ന് വീണൻ്റെ ആയിരിക്കും ഈ വേദന. ഫ്രാൻസി, ഓ പോളച്ചൻ അറിയണ്ട, ഇത് പട്ടിയും കൊണ്ട് പോയി വീണപ്പോഴും സംഭവിച്ചല്ല. പിന്നെ ഈ സ്കൂളിൽ നിന്ന് കള്ളു കുടിച്ച എന്താന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാനും മാഷൂനും പോയപ്പോ നമ്മുടെ കോളനിയിലെ പിച്ചാത്തി പിടിച്ച ഹസ്ബൻഡില്ലേ, അവൻ തള്ളിയിട്ടതാ. ആന്നേ, മാഷൂന്നൊരു കരിങ്കലമ്മലേക്കാ വീണത്. ഞാൻ കണ്ടതാ, അന്ന് തുടങ്ങിയതാ. എൻ്റെ ദൈവമേ, എൻ്റെ പേപ്പൻ ഇത് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? അന്തോണിയോട് പോലും പറഞ്ഞില്ലേ? ഇല്ല, അവനറിയാതിരിക്കാനാ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഒരു കണ്ണും മൂക്കും ഇല്ലാത്തവനാ. എനിക്കറിഞ്ഞൂടെ അവൻ്റെ ദേഷ്യവും സങ്കടവും വാശിയൊക്കെ. ഉറപ്പായിട്ടും അവൻ ആ ദാസപ്പനുമായിട്ട് വഴക്കിന് പോവും. ഇങ്ങനൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളർത്തിയിട്ട് എൻ്റെ മോനെ കർത്താവ് കൊണ്ടുപോയി. ഫ്രാൻസി, അവനെ ചവിട്ടിയല്ലേ? ഈ നാട്ടിലെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ, ടി വി തിരിച്ചു വാങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. നീ ഒലത്തും നിന്നേക്കാളൊക്കെ കൂടുതൽ പോലീസ് സ്റ്റേഷൻ കണ്ടവനാണ് ഈ ദാസപ്പൻ. ഇനിയും മുറ്റത്ത് കയറിയ പിച്ചാത്തിക്ക് കുത്തി കയറുന്നില്ല. കാണിക്കാങ്കി വാ. കോളനിയിലെ പിച്ചാത്തി പിടിച്ച ഹസ്ബൻഡില്ലേ, അവൻ തള്ളിയിട്ടതാ. ഞാൻ കണ്ടതാ.
കോവിലിൽ പൂജാരി കള്ളന്റെ ഓമനെ വെള്ളം ചൂടാക്കി എടുത്തോ. അതെടുത്ത് അവന്റെ അണ്ണാക്കിലേക്ക് കുറച്ച് സ്ഥലം വരെ പോള. ആരാ? ചേട്ടൻ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പരസ്പരം കാണാം. നമ്മൾ ചത്തതല്ലേ. നീ ഇപ്പൊ എന്തിനാ ഈ പിച്ചാത്തി തണ്ടി തല്ലാൻ നോക്കിയത്? അപ്പൊ അപ്പനെ തല്ലിയതാണ് നിന്റെ വിഷയം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, തല്ലാൻ പോയിട്ട് നമുക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. നമ്മളൊക്കെ ആത്മാക്കളല്ലേ. എത്ര ദിവസമായി എന്ത് മരിച്ചിട്ട്? ഇന്നലെ. ഇന്നലെ? അപ്പം നിനക്ക് ഇനിയും സമയമുണ്ട്. എനിക്ക് നാളെ കൂടെ ആകുമ്പോൾ 7 ദിവസമാവും. എൻ്റെ തങ്കമണിയുടെ മോളുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്താ 7 കണക്ക്? അതറിയില്ലേ? ഇല്ല. പണ്ട് കാരണവന്മാർക്ക് പറയാറില്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് 7 ദിവസം ഭൂമിയിലുണ്ടാവുമെന്ന്. അത് സത്യം. 7 ദിവസം കഴിഞ്ഞാലാ? 7 ദിവസം കഴിഞ്ഞ് ഇവിടം വിട്ടു പോകേണ്ടി വരും. എവിടേക്ക്? അതൊന്നും എനിക്കറിയില്ല. എന്നോടൊരു കളവൻ പറഞ്ഞതാ. അയാളും പോയി കാണും. എൻ്റെ 7 ദിവസത്തിൽ 6 ദിവസവും ഈ കാലം പിച്ചാത്തി തണ്ടിയുടെ പുറകെയായിരുന്നു. എന്തിന്? ഈ മനപ്രയാസം കൊണ്ട് കള്ളു കുടിച്ച് കൂത്താടി നടന്നിരുന്ന എനിക്ക് രക്ഷപ്പെടാനെന്ന് വണ്ണം ഒരു ലോട്ടറി അടിച്ചു. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ കള്ളുകൂടി നിർത്തി. പുതിയൊരു മനുഷ്യനായിട്ട് എൻ്റെ തങ്കമണിക്കും മോൾക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അടിച്ച ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാടത്തെ പൊട്ടക്കിണറ്റിൽ തലയടിച്ച് വീണ ഞാൻ ചത്തു. ദൈവത്തിൻ്റെ ഒരു കളി. സത്യം പറഞ്ഞാൽ ഞാൻ കുടിയും നിർത്തി എന്നും നന്നാവാൻ തീരുമാനിച്ചു. അന്ന് കാല് തെറ്റി പൊട്ടക്കിണറ്റി വീണ് ചത്തു. ദൈവമേ, അങ്ങ് മഹാനാണ്. എനിക്കതല്ല, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ആ ലോട്ടറി ടിക്കറ്റ് എൻ്റെ തങ്കമണിയെ ഏൽപ്പിക്കണം. അവളും മോളും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. പക്ഷേ അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നണില്ല. നടക്കും ചേട്ടാ, എല്ലാം നടക്കും. ചേട്ടൻ വേഗം വീട്ടിൽ പോയി പെട്ടെന്ന് ആ ടിക്കറ്റ് എടുത്തു കൊടുക്കാനുള്ള വഴി നോക്ക്. നീ സ്വയം ചത്തതാണോ അതാരെങ്കിലും നിന്നെ തല്ലിക്കൊന്നതാണോ? കൂട്ടുകാരാ, ലോട്ടറി ടിക്കറ്റ് വീട്ടിലല്ല ഇരിക്കുന്നത്. അതായത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ പിച്ചാത്തി തണ്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടം മേടിച്ചിരുന്നു. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ചത്തതിന് ശേഷം അയാൾ വീട്ടിൽ വന്ന് ടിവിയും മറ്റേ ഈ ചാനൽ മാറ്റുന്ന സാധനമല്ലേ, അതെല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ട് വന്നു. അതിനകത്താണ് എൻ്റെ ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നത്. റിമോട്ടിനകത്താ? ആ, അടിപൊളി. ഇൻസ്റ്റാൾമെന്റ് പോലും കഴിയാത്ത ടി വി ആയിരുന്നു. അല്ലാണ എസ് ഐ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. അല്ല, എസ് ഐ കണ്ണനൊന്ന് കാണാൻ. സൗന്ദര്യം കാണാനാ? ഒരു ഫോട്ടോ വന്ന് വിട്ടാൽ മതിയോ? നീ വയ്ക്കോ, ഞാൻ വരാം. അതല്ലാണ, പഴയ സാറ് മാറി, ഇപ്പം പുതിയ ആളാ. ഇത്തിരി പ്രശ്നക്കാരനാ. അതുകൊണ്ടാ വരുമ്പോ ആ ടി വി കൂടെ എടുക്കണേ. ശരി, നീ വയ്ക്കോ. ശരിയാണ്. ഇത് തന്നെയല്ലേ ടി വി? ആന്ന് സാറേ, ഇത് തന്നെയാണ് ടി വി. അങ്ങേര് പോയതിന്റെ പിറ്റേന്ന് എടുത്തോണ്ട് പോയതാ ഈ കണ്ണിച്ചോരയില്ലാത്തവൻ. ഓഹോ, ഷാജി സാറേ, കൊട്ടേഷൻ പിടിച്ചവര് ഭവനവേദനം, പിന്നെ കുബേര കൂടി എഫ്ഐആർ ചേർത്തോ? സാറേ, ലോട്ടറി അടിച്ചിട്ടും എനിക്ക് തരാനുള്ള കാശിനെ പറ്റിയൊന്നും സാർ ചോദിക്കുന്നില്ലല്ലോ. എന്റെ പൊന്ന് സാറേ, അതിയാനും ലോട്ടറി കിട്ടി നാട്ടുകാരെ പറയുന്ന അല്ലാതെ ഞങ്ങൾക്ക് കിട്ടിയില്ല ഒരു ലോട്ടറി. ലോട്ടറി അളിയും വീണ കിണറ്റിലുണ്ടെന്ന് കേട്ടിട്ട് ആ കിണർ വരെ ഞങ്ങൾ കുത്തിപ്പൊട്ടിച്ച് നോക്കിയായിരുന്നു സാറേ. കിണർ കുത്തിപ്പൊട്ടിക്കുന്ന എന്തിനാടാ കിഴങ്ങ? ലോട്ടറി ഇരിക്കുന്ന ഈ കുന്തരണ്ടത്തിനകത്തല്ലേ? ആൻ്റപ്പൻ്റെ അളിയനാ സാറേ. ലോക തോൽവിയാ. ദാസപ്പോ, ആ ലോട്ടറി അടിച്ച സംഭവങ്ങളൊക്കെ വിട്. നീ ഇതുവരെ എത്ര പലിശ വാങ്ങിച്ചു? 5ന്റെ പലിശ വന്നിട്ടില്ല ഈ നാറികൾ. എടാ പിച്ചാത്തിപ്പട്ടി, ഞാൻ ചാകുന്നതിന്റെ തലേന്നാള് എന്റെ അണ്ടർവെയറും കുത്തിപ്പൊട്ടിച്ച് കാശ് എടുത്തോണ്ട് പോയവല്ലേടാ നീ. നുണയാണ് സാറേ. അളിയൻ പലപ്പോഴായി പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആ ടി വി എടുത്തോണ്ടിരിക്കോ? നന്ദിയുണ്ട് സാറേ.
സാറേ ഇത് നെറികേടാണ്, ഇത് ശരിയല്ല. റിമോട്ട് എടുത്തില്ല, റിമോട്ട് എടുത്തില്ല. അവരോട് പറയാം. റിമോട്ട് ഇല്ലാണ്ട് എങ്ങനെ ടിവി ശരിക്കാ? റിമോട്ടിനകത്തടി ലോട്ടറി ടിക്കറ്റ്. വൈകുന്നേരം കാണാട്ടോ. ഒന്ന് നോക്കടി. മാമ വീട്ടിൽ ചെന്ന് കാർട്ടൂൺ കാണിച്ചു തരണേ. സൂക്ഷിച്ചു വെക്കണമില്ലാത്തവനെ ടി വി അത്. എടാ മര്യാദയ്ക്ക് കൊണ്ടുവിടണേ ഇവരെ. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്. മേത്ത് കൈവച്ചാ എന്നെ അങ്ങ് കൊന്നേക്കണം, അല്ലേ പിച്ചാത്തി കയറി സാറ് തീരും. ഇവരോട് ചോദിച്ചാൽ മതി, പറഞ്ഞു. നീ അങ്ങ് ഒലത്തും. താൻ വരുന്നില്ലേ? ഞാനിവന് 2 കിട്ടുന്ന കാണട്ടെ. അത് അയാൾക്ക് കിട്ടിക്കോളും. താൻ വാ. ചേട്ടന് ടി വി കിട്ടിയില്ലേ? ടി വി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? റിമോട്ടിനകത്തല്ലേ ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നത്. വന്നേ. അത് പോയി. ഞാൻ വരണോ? എന്നെ ചവിട്ടിയാ ഞാൻ വെറുതെ വിടുന്ന അപ്പന്നം കരുതിയെ. ഇപ്പൊ നല്ല ഇഞ്ച പോലെ ചതക്കുന്നുണ്ടോ ആ എസ് ഐ അറിയാമോ? എന്റെ ചേച്ചി ഒന്ന് കരയാതിരിക്കോ? അതെനി കരഞ്ഞിട്ടില്ല. ആന്റപ്പന ബമ്പർ അടിച്ചെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. കുന്തോണ് ഇവിടെ താൻ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം ഈ വീടും ആ പൊട്ടക്കിണറൊക്കെ തപ്പി നോക്കി തനിക്ക് അറിയാവോ? ലോട്ടറി പോയിട്ട് ജീവിക്കാൻ മാർഗമില്ല നോക്കിട്ട് പോയത്. പോലെ തന്നെ അല്ലേ? ഇവളെ കൊന്ന് ചാവും, വേറെ ഒരു വഴിയില്ല. ചേട്ടാ ചേട്ടാ അമ്മയുടെ കൊണ്ട് കൊടുക്കടി മോളെ. അച്ഛൻ്റെ പൊന്നല്ലേടി. എടി തങ്കമണി, എടി മോളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടടി. എടി മോളെ, ടിക്കറ്റ് ഒന്നും ചെയ്യല്ലേ മോളെ. ഒന്ന് അമ്മയുടെ കൊണ്ട് കൊടുക്കടി മോളെ. എടി ഒന്നും എടോ ഒന്നും പറയണ. ടിക്കറ്റ് മോളുടെ കയ്യിലുണ്ട്. ഇച്ചിരി വിഷം പറിച്ചത് എല്ലാം അങ്ങ് തീരട്ടെ. അയ്യോ എന്താണോ ഇതാ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയാടാ. ഇതാ 1ാം സമ്മാനം അടിച്ച ലോട്ടറിയാ ചേച്ചി. 1ാം സമ്മാനം അടിച്ച ലോട്ടറി അളിയ മുത്താണ് ചേച്ചി. നമ്മള് രക്ഷപ്പെട്ട്. അയ്യോ ഞാൻ വീട്ടിൽ നോക്കട്ടാ. എല്ലാവർക്കും നാളെ എന്റെ വക ചെലവുണ്ട് കേട്ടോ. എന്റെ മകളെ അവന്റെ ചക്കര് എത്ര കാർട്ടൂൺ വേണമെങ്കിൽ മാമൻ മേടിച്ചു പോരെ. അയ്യോ എന്റെ ചേട്ടൻ പാവം. മാമാമിയുടെ പുറകിലെ ചേട്ടാ.
ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർത്തോ. അവസാന ദിവസത്തേക്ക് വച്ചാൽ എന്നെ പോലെ കിതയ്ക്കേണ്ടി വരും. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടതല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേലും ദൈവം വേറൊരാളുടെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ചില്ലേ, അതുപോലെ നിന്നെ സഹായിക്കാൻ വരും ആരെങ്കിലും. ആര് വരാൻ? ചേട്ടാ, എൻ്റെ ചേട്ടാ, 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 ആൻ്റപ്പൻ ചേട്ടാ. ചേട്ടാ, ഇല്ല 1 കിലോ ഉണ്ട്. പിന്നെ ഇട്ടോ അടക്കം പെട്ടെന്ന് അതേ കൊണ്ട് കളിച്ചു തന്നെ വിളിച്ചേ ഇവിടെ അടിച്ചേ. അത് കരിങ്കല്ല കളിച്ചാനെ ഓളേട്ടനൊന്ന് മനസ്സ് വെച്ചാ ഗിരിജയിച്ച് സമ്മതിക്കും. എന്നത്തിന് ചേട്ടാനേ തല്ലി പൊട്ടിക്കോ. ഈ തവളയെ പിടിച്ച് റെഡി വരുമ്പോഴേക്കും നേരം വിളിക്കുന്ന തോന്നുന്നത്. നമുക്ക് ഒരെണ്ണം അടിച്ചാലോടാ. ഒരെണ്ണം അടിച്ച് കഴിഞ്ഞ് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? എങ്ങോട്ട്? ആഹാ, ഇതെൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഫോൺ എടുത്തേന്. ഇതിപ്പോൾ ഉറപ്പായി. പണിക്ക് പോയെടുത്ത് ഞാൻ ഫോൺ മറന്നു വെച്ചു. എൻ്റെ കൂടെ വരാമോ? എടാ, ഒരു ദിവസം ഫോൺ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ കുട്ടാ. കൊടുത്ത് നോക്കാം. ഇതങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് അടിച്ചേ, എന്നിട്ട് എൻ്റെ കൂടെ വാ. നീ എന്ത് കരുതി? ഒരു ഗ്ലാസ് കള്ള് തന്ന ഉടനെ ഈ ആന്റണി വീഴുമെന്നോ? ഒന്ന് പതുങ്ങിയൊക്കെ കൂടി എന്നെ നശിപ്പിക്കും. ഇതൊരു മാതിരി മറ്റേ പരിപാടിയെ പോയി. എത്ര നേരമായിട്ടാണ് നടക്കുന്നത്? എത്തി, ഇതാ കാണുന്നത്. എത്തിയാ? ഇതെങ്ങാനും അല്ലെങ്കിൽ എൻ്റെ പൊട്ടൻ കുട്ടാ നിന്നെ ഞാൻ കേറങ്ങോട്ട്. എന്തോ ആ ഗേറ്റ് വിളിച്ച് മറിഞ്ഞു വീഴരുത്. പിടിക്കണം. ഇതാണ് നിന്റെ പണി. നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയി പുറയിലത്തെ പമ്പ് ഷീറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വരാണ് ബെസ്റ്റ്. ഞാനിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, നീയും കൂടെ പോര്. നീ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചാലോ? ആർക്ക് പേടി? ഹലോ. ഫോട്ടോ എടുക്കാനാണ് ഇപ്പൊ പറ്റത്തില്ല, മഴയാണ്. മഴ ഒരു വെയിലുള്ളപ്പോ ഈ മഴയും ഫോട്ടോ തമ്മിൽ എന്താ ബന്ധം? തനിക്കിപ്പോ ഒന്നും പറഞ്ഞ മനസ്സിൽ യാക്ക് പെന്നാ. എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടേ? സമാധാനം. ഈ പെൻഡ്രൈവിലുള്ള 4-5 ഫോട്ടോസ് പ്രിന്റ് എടുത്ത് തന്നോ? പറ്റില്ല. ഇല്ല പോ. പെൻഡ്രൈവ് മൊത്തം വൈറസ് ആയിരിക്കും. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഇതെന്റെ പേഴ്സണൽ പെൻഡ്രൈവ് വന്നേ, സേഫ് ആയിരിക്കും. ഇതൊക്കെ താനെടുത്ത ഫോട്ടോസാണോ? താനെടുത്ത ഫോട്ടോസാണോ എന്ന്? അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് കണ്ട മനസ്സിലായിക്കൂടെ? ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞു, കല്യാണമായിരിക്കും. അത്രയ്ക്കൊന്നുമില്ല, ചെറിയ പ്രോഗ്രാംസ് മാത്രം. അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം. എന്നും കല്യാണവും കാതുകുത്തലൊക്കെ മതിയെന്നേ. അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഒരുത്തരും ചിന്തിക്കില്ലെന്നേ. അതിനപ്പുറത്തേക്ക് എന്താ? അതിപ്പോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയത്തില്ല. വെൽ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. സിനിമ, ഫാഷൻ, ട്രാവൽ, വൈൽഡ്,
അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറുടെ ലോകം വളരെ വിശാലമാണ്. പിന്നെ താനെന്തൊരു സ്റ്റുഡിയോട്ട് കൂടെ കൂടി പോയത്? അതിപ്പോ ക്യാമറ ലൈറ്റ്സ് ഒക്കെ കറണ്ട് പോയല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. താനൊരു കാര്യം ചെയ്യും, ഈ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് വെച്ചോ, ഞാൻ നാളെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ? പ്രിന്റ് എടുത്തിട്ട് താൻ വന്നില്ലെങ്കിലോ? അപ്പൊ എനിക്ക് ആളെ കണ്ടുപിടിക്കണ്ടേ? അവിടെ സൂപ്പർ ഫോട്ടോ ആണ് കണ്ടോ? എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് മാത്രം കാണാതെ വല്ലപ്പോഴും ഹൃദയം കൊണ്ടും കാണാൻ ശ്രമിക്കും. ഇപ്പൊ കല്യാണത്തിനും പാലുകാച്ചലിനും വരെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അവിടെ അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയതും ഇപ്പം അയാളുടെ പെങ്ങളായി കുട്ടിയെന്ന് അറിഞ്ഞപ്പോഴും എല്ലാവരും നിമിത്തമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യമാണെന്ന് ഇച്ചാച്ചൻ എങ്ങനെ മനസ്സിലായി? എടാ പിള്ളേരെ, നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള എല്ലാ ഊളകളും ഇത് തന്നെ ചിന്തിക്കുള്ളൂ. എൻ്റെ അമ്മയ്ക്കാണ് സത്യം. വാ ഊതാതെ പോയേ. ഹലോ, നാടകമോ? നാടകം ഉണ്ടെന്ന്. എടാ നമ്മളെ പഴയ വനജ പ്രഭാകരനൊക്കെ ഉണ്ടോടാ? ആണോ? ആ ഞാൻ വരട്ടെ, ഞാനേ നോക്കട്ടെ കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇച്ചാച്ചൻ പറഞ്ഞ പോലെ ഒന്നല്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാന്നേ. എടാ, ഇന്ന് ആ ലിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല ചാൻസ് ആയിരുന്നു. അവളുടെ നമ്പർ ഞാൻ മനോവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വിളിക്കാനൊരു പേടി. പേടിയോ? എന്തിനി? പേടിയുള്ളടത്ത് പ്രണയം വർക്കാവൂല. ശരി, എന്നാ വിളിച്ചാലോ? ഈ രാത്രി വേണ്ട, പ്രണയത്തിന് അങ്ങനെ രാത്രിന്നോ പകലെന്നോ ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കും. ഒറ്റ മിനിറ്റ്, പേഴ്സ് ചെതലരിച്ച് തുടങ്ങി. ഇതിന്ന് വിളിച്ചു. ഒറ്റൊരുത്തൻ തെരഞ്ഞു വന്ന് പണി വരില്ല. കള്ളനാ കള്ളൻ. അറിയാലോ. നാട്ടുകാരെ നിനക്ക് കിട്ടുന്ന പോലായിട്ട് അവനോട് മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ആണോന്നോ? ഏടാ നീ കളിക്കുന്നത്? എടാ നിന്റെ കൊതി കിട്ടി വയറിറക്കം പിടിച്ച് പ്രളയം വന്ന് സർവ്വം വെച്ചാലും ഈ മിക്സി എന്നാക്കി തീരാതെ ഒരു തൊള്ളി ഇനന്ന് എല്ലാം മര്യാദ മിക്സി എന്നാക്കി സമയം ഒത്തിരി ഞാനങ്ങ് ഇറങ്ങുവാണേ. ഞാൻ നിന്നോട് പറയാതിരിക്കായിരുന്നു. സമയം കണ്ടമാനം കൊണ്ട് പോയി. അതേ തന്നെ നീ നോക്കൂ. ഞങ്ങളിപ്പോ എടാ ഇത് തീർത്ത് ഞാനും വരാടാ. പോയി വിളിക്ക്, വിജയിച്ചു. അയ്യോ വേണ്ട. കുറെ നേരമായിട്ട് ബെല്ലടിക്കുന്നുണ്ടോ? ആ, ഒരു തവണ. അയ്യോ എന്തൊരു ടെൻഷൻ ടെൻഷൻ. അയ്യോ അയ്യോ. ഹലോ, അറിയില്ല എന്റെ അമ്മച്ചി. ആ കുട്ടാ പൊട്ടാ. അയ്യോ ടെൻഷൻ. പൊട്ടാളമാണോ? ഹലോ ഹലോ, ഇതാരാ? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തോണ്ടാണല്ലോ ആരാന്ന് ചോദിച്ചത്. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന്. ആ, മനസ്സിലായി. കാലത്ത് ബസ് സ്റ്റോപ്പിലും സ്ഥിരമായിട്ട് മില്ലിലും വന്ന് എനിക്ക് പണിയിരുന്ന ചേട്ടനല്ലേ? അല്ല, കുറച്ച് നാളായി ഇതിനോട് 2 വാക്ക് പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ തന്റെ ഉദ്ദേശം? ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ അല്ല. താനൊന്നും പറയണ്ട. വേണ്ട പറയണ്ട. മെയിൽ എന്നെ വിളിക്കരുത്. ഇല്ല വിളിക്കില്ല. അങ്ങനെ വിട്ട ശരിയാവില്ല. തന്നോടല്ലേ ഞാൻ. സത്യം പറഞ്ഞാൽ ഞാനാ തനിക്ക് ബസ് സ്റ്റോപ്പില് ലിഫ്റ്റ്. ഓ ജെറി. അതെ, ആ ജെറി. ഓ ഐ ആം റിയലി സോറി ജെറി, ഞാൻ ആളറിയാതെ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കേ, ഹാപ്പൻസ്. സാരമില്ല. അല്ല താൻ ആരോടാ ഷൗട്ട് ചെയ്തേ? ഓ അത് ഞാൻ വേറൊരാളെന്ന് കരുതിയൊന്ന് വരട്ടിയതാ. ഇങ്ങനെയൊന്നും വരട്ടല്ലോ കേട്ടോ. ആ ഇന്ന് താൻ എന്നെ കറക്റ്റ് ടൈമിൽ എത്തിച്ചില്ലായിരുന്നു, എല്ലാം കൊളായന്. അല്ല, ഹൗ ഡിഡ് യു ഗെറ്റ് മൈ നമ്പർ? സഞ്ജയുടെ സിസ്റ്ററിന്റെ നമ്പർ കിട്ടാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏട്ടൻ എങ്ങനെ അറിയാം? അതൊക്കെ ഒരു സസ്പെൻസ് ആണ്. ഈ ഒരൊറ്റ കോളിൽ പറഞ്ഞാൽ തീരില്ല. വഴിയെ കൂടുതൽ പരിചയപ്പെടാം. ഓക്കെ.
ആ ജെറി പറഞ്ഞു. നമ്മള് ഇന്നലെ പരിചയപ്പെട്ട സ്ഥിതിക്ക് മില്ലിപ്പോ റെഡിയാവുമായിരിക്കും അല്ലേ? ഞാൻ മില്ലിലോട്ട് പോവാന്ന് ജെറിക്ക് എങ്ങനെ മനസ്സിലായി? എന്തോ ചാച്ചൻ വിളിക്കുന്നേ, പിന്നെ വിളിക്കാം. വിളിക്കും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കേട്ടോ? ഇങ്ങനെയാണോ ചാച്ചൻ വിളിക്കുന്നത്? തവളം. എന്ത് പറഞ്ഞ മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ. തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും. ആ മോളെ, ആ അച്ഛൻ വന്നായിരുന്നോ? ഇനി വേണമെങ്കിൽ മോള് പോക്കോ, അച്ഛനുണ്ടല്ലോ. ഏയ് സാരല്ല. രണ്ടു ദിവസമായിട്ട് ആ ചെറുപ്പക്കാരനെ കാണുന്നില്ലല്ലോ. ആര്? ആ എണ്ണം പൊടിപ്പിക്കാൻ വരുന്ന ചെറുപ്പക്കാരൻ. ആ അയാൾക്ക് പൊടിപ്പിക്കാൻ വേറെ മില്ല് കിട്ടി കാണും. മല്ലിയെന്ന് പിടിക്കാം. ആ ഹലോ, ഇതെവിടെയായിരുന്നു ജെറി? അത് എല്ലാം നേരിട്ട് പറയാം. നാളെ രാവിലെ 10 മണിക്ക് കാക്കവയൽ പാലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരണം. ഞാനവിടെ ഉണ്ടാവും. ജെറി, ഞാനാണ്. കഴിച്ചു. നീ വേണ പൊക്കിയാലോ? നീ അതേ കോലെടുക്കരുത്. അവര് പേരെ വിളിച്ചാൽ നീ വിളിക്കാനുള്ള പറയാനുണ്ടെങ്കിൽ ഇത് നാളത്തേക്ക് രാവിലെ കുഴപ്പമില്ല. പോട്ടാ.
എനിക്ക് അയാളെ ഇഷ്ടം. നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? താനെങ്ങനെയാണോ ചത്തേ? ഇന്ന് ഞാൻ CI ആക്കോടാ. എപ്പോഴോ ബോധം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തീർന്നെന്ന്. എന്നാലും പോയോ? ഓ അവിടെ വെക്കണോ? ഞാൻ പറയട്ടെ, പറഞ്ഞ കാര്യം മുഴുവൻ തീർന്നില്ല. ആ നിൽക്കാൻ, ഇയാൾ എന്തൊരു മനുഷ്യനാണത്. പിണങ്ങി പോവാണ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ, ആന്റണി. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ അന്ന് കള്ളും പുറത്തറിയാതെ നിന്റെ അപ്പനെ തള്ളിയിട്ട് പോയതാ. അതിന് നീ എന്നെ ഒരു പ്രാവശ്യം തല്ലിയില്ലേ? വേണേ ഇനിയും തല്ലിക്കോ, തല്ലിക്കോ ആന്റണി. ദാസപ്പം പോയിക്കോ. പോയിട്ട് വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അവസാനമായിട്ട് കാണാൻ നോക്ക്. പൊക്കോ. പിന്നെ വീട്ടുകാർ ഞാൻ ചത്തതെറിഞ്ഞ് എല്ലാവരും സമാധാനിച്ചിരിക്കുകയായിരിക്കും. അല്ലേലും അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ പേരും പറഞ്ഞ ആ പെണ്ണിനെ വിളിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നാളെ രാവിലെ 10 മണിക്ക് പാലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരുമെന്നല്ലേ നീ പറഞ്ഞത്? നമ്മളവിടെ പോകുന്നു, അവനെ പൊക്കുന്നു.